പറഞ്ഞത്. ഒഴിഞ്ഞു പോകത്തില്ല. ഒഴിഞ്ഞു പോയാ പറ്റൂ. ഇല്ല, ഞാൻ ഒഴിഞ്ഞു പോകില്ല. നീ പോകണം. ഇല്ല, ഒഴിഞ്ഞു പോകില്ല. നീ ഒഴിഞ്ഞു പോകാൻ. ഇല്ല. എന്നാ പോരാ ഞാൻ. നിന്നെ ഒഴിപ്പിക്കണി ഞാൻ. നിന്നെക്കാട്ടി വലിയ പ്രേതത്തിന് കളി കെട്ടിയവളാ ഞാൻ. ഒഴിപ്പിച്ചോളാം ഞാൻ. ആട് നിറച്ച് തല കഴിച്ചു വിട്ടവളാ ഞാൻ. എനിക്ക് ഒഴിഞ്ഞു പോയാ പറ്റൂ. അതാണ് കിടുകിടാനന്ദമൂർത്തി. ശിഷ്യൻ തണുപ്പത്ത് കിടുകിടാനന്ദമൂർത്തിയും. ശിഷ്യ മൂത്രി. എടാ നീ എവിടെ പോയി കിടക്കുമായിരുന്നു ഇത്ര നേരം? ഇവിടെ പൂ പറിക്കണം, ആൾക്കാരെ കയറ്റി വിടണം, സാധനങ്ങൾ മേടിക്കണം, കാശ് മേടിക്കണം. എടാ ഒരു ശിഷ്യനായ നീ ഇവിടെ എപ്പോഴും കാണണ്ടല്ലടാ. നീ എവിടെ പോയി കിടക്കുവാടാ? ഗുരുവേ, ഗുരുവിന് ഒരു ബോധമില്ലേ ഗുരുവേ? ഗുരുവിനറിയാലേ പ്രേതങ്ങളും ഭൂതങ്ങളുമായിട്ടാണ് നമ്മുടെ സഹവാസം. അതുകൊണ്ട് ഞാൻ വരുന്ന വഴിക്ക് എന്റെ സേഫ്റ്റിക്ക് വേണ്ടി ഒരു അമ്പലത്തിൽ കയറി ഒരു പുഷ്പാഞ്ജലി അങ്ങ് കഴിച്ചു. കൊള്ളാം. അപ്പൊ നിന്റെ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് നടന്നു. നീ പുഷ്പാഞ്ജലി കഴിച്ചു. എടാ ഗുരുവോ എനിക്ക് വേണ്ടി എന്താടാ കഴിച്ചത്? എന്റെ പൊന്നു ഗുരുവേ, ഗുരുവിന് വേണ്ടി ഞാൻ കഴിച്ചിട്ടുണ്ട്. എനിക്കറിയാം നീ കഴിക്കുമെന്നറിയാം. എന്താ നീ കഴിപ്പിച്ചത്? ആ രാഘവന്റെ കടയിൽ കയറി പുട്ടും ദോശയും കഴിച്ചു. 45 രൂപ പറഞ്ഞ കേട്ടോ. ഒഴിഞ്ഞു പോകാനാ പറയുന്നത്. ഞാനിപ്പോ വരാം, ഇപ്പൊ വരാം. അതേ നിന്റെ മുഖത്തിന് ഒരു പാട് കാണുന്നേ. അയ്യോ ഗുരുജി, പറയാൻ മറന്നുപോയി. ഞാൻ വരുന്ന വഴിക്ക് ഒരു പൂ മണത്തിന് നാട്ടുകാരെടുത്തിട്ട് തല്ലിയവാ. ദൈവമേ, ഒരു പൂ മണത്തിന് നാട്ടുകാർ തല്ലിയോ? എന്ത് ക്രൂരമായ നാട്ടുകാരെ! എന്റെ ശിക്ഷയെ തൊട്ട ഇവരെയൊക്കെ ഞാൻ ശമിക്കുകയാണ്. ഇവരെയൊക്കെ ഒരു മിനിറ്റ് നാട്ടുകാരെ, എന്റെ ശിക്ഷനെ കൊല്ലുക ഞാൻ. അവരെന്തിനു ശപിക്കുന്നത്? ശപിക്കണം. ഞാനൊരു പെണ്ണിന്റെ തലമുടി ഇരുന്ന പൂ മണത്തേനാണ് നാട്ടുകാരെടുത്തിട്ട് തല്ലിയത്. ദൈവമേ, നാട്ടുകാരെ ഞാൻ വെറുതെ പറഞ്ഞേ, ഒന്നും ചെയ്യരുത്. ഒഴിഞ്ഞു പോകാനാ പറഞ്ഞത്. പോയാ പറ്റൂ. ഇപ്പൊ വരാം. അതേ എടാ, എനിക്ക് പുറത്തോട്ടിറങ്ങാൻ ഭയങ്കര ഒരു പേടി പോലെ. ഭയങ്കര ആൾക്കൂട്ടം പുറത്ത്. അയ്യോ, പുറത്ത് ഭയങ്കര ചെറുപ്പക്കാരുടെ തിക്കും തിരക്കുമല്ലയോ? അല്ല, ഞാൻ ചെയ്ത വല്ല പൂജ വല്ല മുടങ്ങിയിട്ട് വല്ലൊരു വന്നാണോടാ നീ? അയ്യോ, പറയാൻ മറന്നുപോയി. അതെ, എന്റെ കയ്യിൽ നിന്ന് പറ്റിയൊരു കുഞ്ഞ കയ്യബദ്ധമാ. ഞാനുണ്ടല്ലോ പത്രത്തിലൊരു പരസ്യം കൊടുത്തു, പ്രേതബാധ ഒഴിപ്പിക്കുമെന്ന്. അത് ഞാൻ പറഞ്ഞിട്ടില്ല ഇത് കൊടുത്തത്. അച്ചടിച്ച് വന്നപ്പോഴേ തെറ്റിപ്പോയി. പ്രേമബാധ ഒഴിപ്പിക്കുമെന്നായിരുന്നു. പിള്ളേരാണ് വന്നിരിക്കുന്നത്. അതിനാ വന്നിരിക്കുന്നത്. എടാ, ഉള്ള കേരളത്തിലെ മുഴുവൻ കോളേജിലെ പിള്ളേരുണ്ടല്ലോ അവിടെ. നമുക്ക് ഒഴിപ്പിക്കാം. നിനക്കറിയാമല്ലോ എനിക്കൊരു നിലയും വിലയുള്ളതാണ്. പിന്നെ എനിക്കൊരു വലിയൊരു വെയിറ്റ് ഉള്ളവരാണ്. ഇവിടുത്തെ അറിയപ്പെടുന്ന ഒരു ഗുരുവാണ് ഞാൻ. ഗുരു അറിയാവോ? അറിയപ്പെടുന്ന ഗുരുവൊക്കെ ശരി തന്നെ. അങ്ങനെ കാണുന്ന തന്നെ ഇപ്പൊ നാട്ടുകാർക്ക് ഒരു ഗുരുവാണ്. ഇപ്പൊ വരാം. ശിഷ്യ മൂത്രി ശലമൂർത്തി. എടാ, വായി നോക്കി നിൽക്കാതെ ആരെങ്കിലും ഉണ്ട് വിളിച്ചോണ്ട് വാടായിക്കോട്ടെ. വിളിക്കാം. നെക്സ്റ്റ് ചെസ് നമ്പർ 301 3001 ഓൺ ദി മന്ത്രവാദപുര. കമാൻ കരവട. ഒഴിഞ്ഞു പോകാനാ പറഞ്ഞത്. താനോടെ പോവാ? അല്ല, ഒഴിഞ്ഞു പോകാൻ പറഞ്ഞു. അയ്യോ, തന്നോടല്ല പറഞ്ഞത്. ഇവിടെ വേറെ ഒഴിപ്പിച്ച് നടന്നോണ്ടിരിക്കും, ഒഴിപ്പിക്കൽ നടന്നോണ്ടിരിക്കുകയാണ്. അല്ല, വന്നതിന് ഉദ്ദേശം മനസ്സിലായില്ല. എന്താണ് കാര്യം? സ്വാമി അപകടാനന്ദമൂർത്തി. അയ്യോ, അത് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ സ്വാമിയാണ് ആ സ്വാമി. ആ സ്വാമിയോ? അല്ല, സ്വാമിയാണ് ആ സ്വാമി എന്ന് പറയുന്നുണ്ടോ? അതല്ല പറഞ്ഞത്. സ്വാമി അല്ലേ ഈ സ്വാമി? അതെ, ആ സ്വാമിയാണ്. വന്നതിന് ഉദ്ദേശം മനസ്സിലായില്ല, പറയൂ. ഒന്നുമല്ല സ്വാമി, എന്റെ ഭാര്യനെ അങ്ങ് ഏറ്റെടുക്കണം. 25 വർഷമായിട്ട് ഉടനെ ഞാൻ കൊണ്ടുനടക്കുന്നത് എനിക്കറിയാം. നിന്റെ ഭാര്യ ഞാൻ ഏറ്റെടുത്തത്. അയ്യോ, അങ്ങനെയല്ല പറഞ്ഞത്. എന്റെ ഭാര്യ ഒരു കുഴിയിൽ വീണെന്ന് കരക്ക് കയറ്റണം എന്ന് പറഞ്ഞത്. അതിനൊരു കാര്യം ചെയ്യും. JCBയോ അല്ലെങ്കിൽ പുക്കിൾ എടുത്ത് പൊക്കി അങ്ങോട്ട് മാറ്റി വെക്കും. മനസ്സിലാക്കുക. ഇതൊന്നും അല്ല പ്രശ്നം. സുശീല 15 വർഷമായിട്ട് സിനിമയിലും സീരിയലിലൊക്കെ അഭിനയിച്ചോണ്ടിരിക്കുക. അപ്പൊ നടിയാണ് വിഷയം? നടിയല്ല വിഷയം. അവളിപ്പോ പുരാണ സീരിയലിലാണ് അഭിനയിച്ചോണ്ടിരുന്നത്. പക്ഷെ ഈ ഇടയായിട്ട് നമ്മുടെ ചാനലുകാർ മൊത്തം റിയാലിറ്റി ഷോയിലേക്ക് മാറി. അതോടുകൂടി പുരാണ സീരിയൽ എല്ലാം കട്ടയും പടവും മടക്കി. അപ്പൊ അവളിപ്പോ പിച്ചും പേയും പറഞ്ഞോണ്ടിരിക്കുക. ഞാൻ ഒഴിഞ്ഞു പോയില്ല. അതല്ല സ്വാമി പ്രശ്നം. അവള് പുരാണ സീരിയലിലാണല്ലോ അഭിനയിച്ചോണ്ടിരുന്നത്. അതുകൊണ്ട് ഓരോ ദിവസം അവൾ ഓരോ പുരാണ കഥാപാത്രങ്ങളാവും. ഒരു ദിവസം ഉർവശിയാകും, ഒരു ദിവസം രംഭയാകും, തിലോത്തമയാകും, മേനകയാകും, ഒരു ദിവസം ശകുന്തളയാകും. അപ്പൊ ഒരു കാര്യം ചെയ്യും, താമസിയാതെ രേഷ്മിയോ ഷക്കീലോ മറിയായി മാറും. താഴെ മേശ ഇട്ടിട്ട് ഇഷ്ടം പോലെ കാശുണ്ടാക്കിക്കൊണ്ടിരിക്കാം. പൊന്നു സ്വാമി, അതായിരുന്നു ഈ കുഴപ്പമില്ലായിരുന്നു. ഇതിപ്പോ അങ്ങനെയല്ല. ഒരു ദിവസം എന്നെ കാട്ടിലേക്ക് വിളിച്ചോണ്ട് പോയിട്ട് ഇവൾ എന്നോട് പറയുവാ സീതയാണെന്ന്. അതുപോലെ തന്നെ കണ്ണും കെട്ടി നടു റോട്ടിൽ കൂടെ നടന്നിട്ട് ഇവള് പറയുവാ ഗാന്ധാരിയാണെന്ന്. ക്ഷമിക്കാം. ഒരു ദിവസം വീട്ടിൽ വിരുന്നുകാർ വന്നിരിക്കുമ്പോ ഇപ്പോൾ ഉണ്ടായിരുന്ന സാരിയും തുണിയും എല്ലാം അഴിച്ചു മാറ്റിട്ട് ഇവള് പറയുവാ പാഞ്ചാലിയാണ് വസ്ത്രാക്ഷേപം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നാണം കെട്ട് പോയി. അപ്പൊ അതാ പറയുന്നത്, എത്രയും പെട്ടെന്ന് ഈ ബാധ ഒന്ന് ഒഴിപ്പിച്ചു തരണം. അതെ, എനിക്കിപ്പോ തോന്നുന്നത് എന്താന്ന് വെച്ചാല്
ഈ കൂടിയിരിക്കുന്ന ബാധ ചെറിയ ബാധയല്ലത്. ഇത് ചാനലിൽ ബാധിക്കുന്ന വലിയൊരു ഘടകണ്ഡാരം ബാധയാണ്. ആണല്ലേ? ഈ ബാധയെ ഒഴിപ്പിക്കണം. പൂജാക്രിയകളോ വേണം. ശിഷ്യ, ഞാൻ ഒരു കാര്യം പറഞ്ഞു. ഈ ബാധ കയറുന്നവരിൽ 100-ൽ ഒരാൾ മാത്രമല്ലേ രക്ഷപ്പെടുകയുള്ളൂ. അതേ ഉള്ളൂ. ചാനൽ ബാധ. ബാക്കിയുള്ളവരോ? ബാക്കിയുള്ളവരൊക്കെ തട്ടിപ്പോവും. പൂജാവിധികളെല്ലാം പറഞ്ഞു കൊടുക്കും. അതെ, പൂജയൊക്കെ നടത്തും ആശാൻ. പക്ഷെ കാശ് സ്വപ്പം കൂടുതലാവും. കാശ് എത്ര കൂടിയാലും കുഴപ്പമില്ല, കടം പറയാൻ തയ്യാറാ. ശരി. അപ്പൊ പിന്നെ തുടങ്ങാതെ. തുടങ്ങാം. അപ്പനെ പിന്നെ ബന്ധിപ്പൂ സ്വർഗരാജ വെള്ളപ്പം പൂജയ്ക്കുള്ള ലിസ്റ്റ് പറയാം. ഈ സാധനങ്ങൾ മൊത്തം വാങ്ങിക്കൊണ്ട് വരണം. അത്തിചെത്തി ചെറിക്ക ചെമ്പഴിക്ക ജാതി മതം ചൊറിയണം പിച്ചണം മാന്ത്രം അയമോദകം സാദാ മോദകം ആവണക്ക് ഈവണക്ക് നാട്ടിൽ എല്ലാം ഉണ്ടാവും. അല്ലിപ്പൂ മല്ലിപ്പൂ മുല്ലപ്പൂ പിച്ചിപ്പൂ പച്ചപ്പൂ പാലപ്പൂ കൂടെ ഒരു ചെമ്പരത്തി. എന്തിനാണോ ചെമ്പരത്തിപ്പൂ? അതെ, ഈ പൂജ കഴിയുമ്പോഴേ എനിക്ക് വെച്ചു നടക്കാൻ. മല്ലിയില പുതിനയില കറിവേപ്പില തുളസിയില തുളസിയുടെ അയൽപക്കത്തെ സർവ്വ ഇലയും വേണ്ടി വരും. അയ്യോ, ഈ ഇലയൊക്കെ എന്തിനാണ് പൂജക്കാണോ? ഈ പൂജ പച്ചക്കൃഷി ചെയ്യുന്നത് അതിന് വേണ്ടിട്ടാ പറഞ്ഞത്. തീർന്നില്ല. സിഗരറ്റ് ബീഡി 2 ബണ്ടൽ വീതം വേണ്ടി. അത് വേണം. ഇതൊക്കെ പൂജക്കാണോ? പൂജക്കല്ല, പുകയ്ക്കാൻ. പൂജയ്ക്ക് പുകയ്ക്കാൻ. ഞങ്ങൾക്ക് പുകയ്ക്കാൻ. ഞാൻ പറഞ്ഞുതരാം. കറുത്ത കരിങ്കോഴിയുടെ തൊലി പൊളിച്ച് തോലിച്ച് മസാല സബറട്ട് ചിക്കൻ ചില്ലി ചിക്കൻ കുറുമ ചിക്കൻ സുർമ ചിക്കൻ 65 ചിക്കൻ ഒലത്തി ചിക്കൻ ഗുഹാത്തി ചിക്കൻ ഗുജറാത്തി ചിക്കൻ. ഇതെല്ലാം പൂജക്കാണോ? പൂജക്കാണോ ഇതൊക്കെ? ചിക്കനൊക്കെ തിന്നാനല്ലോ. അത് ശരി. ആരോഗ്യം വെച്ചിട്ട് വേണ്ട ഞങ്ങൾക്ക് 2 കൂടെ പൂജ തുടങ്ങാം. അതെ. തീർന്നില്ല. ഒരു ഗ്ലാസ് ചെറുതേ. ചെറുതനാ പൂജക്കാ? ഇത് പൂജക്കല്ല. പിന്നെ? ഈ മന്ത്രങ്ങളൊക്കെ ജപിച്ചിട്ട് ഞങ്ങൾക്ക് വാങ്ങുവാനാ. പിന്നെ തീർന്നില്ല. പിന്നെ ഉണ്ടല്ലോ അവസാനമായി 2 കസവിന്റെ കോടിമുണ്ട് വേണം. കസവിന്റെ കോടിമുണ്ട് അതും പൂജക്കാണോ? പൂജക്കാ. എടാ, ഇത് ആശാന്റെ അളിയന്റെ കല്യാണത്തിന് ഞങ്ങൾ കൊടുത്തോണ്ട് പോവാൻ. അപ്പൊ നിങ്ങൾ എന്നെ കുളിപ്പിച്ച് കടത്തും? കുളിപ്പിക്കാനോ? എന്റെ പൊന്നു സ്വാമി, ഇതൊന്നും വേണ്ട. വളരെ സിമ്പിൾ ആയിട്ട് വല്ല ചരടോ ഏലസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജപിച്ച് ഞാൻ അവളുടെ കഴുത്തെ കെട്ടിക്കോളാം. ആയിക്കോട്ടെ, അങ്ങനെയാണെങ്കിൽ എന്റെ കൈ ഇപ്പൊ ഞങ്ങൾ ഈ മന്ത്രങ്ങൾ ചൊല്ലാൻ കാരണം തൊണ്ടയടപ്പായുണ്ട്. മന്ത്രമൊക്കെ ചൊല്ലി നിർത്തി. അത് ശരി. ഇപ്പൊ ഞങ്ങൾ CD-യിലാക്കിയിരിക്കുക. CD-യില് കാര്യങ്ങളൊക്കെ CD-യിലാണ്. ഓഹോ. എല്ലാ മന്ത്രങ്ങളും, അതായത് റിയാലിറ്റി ഷോയിൽ വരുന്ന എല്ലാ ജഡ്ജിമാരില്ലേ, ടെമ്പോ പോരാ, സാധനം പോരാ, സംഭവമില്ല, അതെവിടെ, എന്താ കൂട്ടായത്, നിനക്കൊന്നുമില്ലേ, ഉള്ളിലുണ്ടല്ലോ പുറത്തില്ലല്ലോ എന്നുള്ള മന്ത്രങ്ങൾ വെച്ചിരിക്കുകയാണ് CD-ക്കകത്ത്. അതൊക്കെ ഇട്ട് തരാം. ഭാര്യ 100 വിട്ടുള്ളൂ. 100 ഒഴിഞ്ഞു പോകാൻ. ഓക്കെ. അപ്പൊ ആ CD തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് അവളുടെ ഇട്ട് കേൾപ്പിച്ച് ഞാൻ അവളുടെ ബാധ എങ്ങനെയും ഒഴിപ്പിച്ചോളാം. ശിക്ഷ CD എടുത്തു കൊടുക്കൂ. ഒഴിഞ്ഞു പോകാനാ പറഞ്ഞത്. പോകാൻ. ഇല്ല, ഞാൻ പോയില്ല. അപ്പൊ ഇതാണ് CD. ഇതാണ് CD. ഇതിലുള്ള മന്ത്രങ്ങളെല്ലാം എഴുതിയിട്ടുണ്ട്. ആണല്ലേ? കേൾക്കാം. ഭാര്യ സുഖമായിട്ട് സ്വസ്ഥമായിട്ട് ജീവിക്കാം. ഓക്കെ. പിടിക്കൂ. സംഗതി പോരാ, സംഭവമില്ല, ടെമ്പോ ഇല്ല, ജീപ്പില്ല, കാറില്ല, ഓട്ടോറിക്ഷ ഇല്ല. മന്ത്രങ്ങളാണല്ലേ? അപ്പൊ വളരെ ഉപകാരം. ഒഴിഞ്ഞു പോകാനാ പറഞ്ഞത്. ഇല്ല, അല്ല മന്ത്രവാദി, ഞാൻ വന്നപ്പോൾ ശ്രദ്ധിക്കണം. മന്ത്രവാദി അകത്തേക്ക് നോക്കിട്ട് ഒഴിഞ്ഞു പോന്ന് പറയുന്നുണ്ട്. ഇതുവരെ ബാധ ഒഴിഞ്ഞു പോയില്ലേ? 25 വർഷമായി. ഇത്ര നാളായിട്ട് ഒഴിഞ്ഞു പോയിട്ടില്ല. അത്രയ്ക്ക് ഭീകരയാണ് ഈ ബാധ. അത്രയ്ക്ക് ഭീകരമാണ് ഈ ബാധ. അതേത് ബാധ? എന്റെ ഭാര്യ, അവള് വലിയ ഒഴിയാബാധയാണ്. ഒഴിഞ്ഞു പോകാൻ.